ഷെമാ ഇസ്രായേൽ ആദോനായ എലോഹേനു കേരള ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ നിർണായകമായ പൗരാണിക ദേവാലയങ്ങളിലൂടെയും യഹൂദന്മാരുടെ പഴയ സിനഗോഗുകളിലൂടെയും യാത്ര ചെയ്യുകയും അങ്ങനെ ലഭിച്ച ചില അറിവുകൾ ചില വീഡിയോകളിലായി നിങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തു. ഉദയംപേരൂർ സുന്നഹദോസ്, കൂനംകുരിശ് സത്യം എന്നീ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ചെയ്ത കൂട്ടത്തിൽ മട്ടാഞ്ചേരിയിലെ കൂനംകുരിശ് തീർത്ഥാടന കേന്ദ്രത്തിൽ അതിന്റെ മാനേജരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വെരി റവറൻഡ് ബെഞ്ചമിൻ തോമസ് റമ്പാൻ ഞങ്ങളുമായി സംസാരിച്ചു. എബ്രായ ഭാഷയിൽ അസാധാരണമായ അവഗാഹമുള്ള റമ്പാൻ ഞങ്ങൾക്ക് എബ്രായ ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യഹൂദന്മാരുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഷെമാ ഇസ്രായേൽ ചൊല്ലിത്തന്നു. അദ്ദേഹത്തിന്റെ മനോഹരമായ ശബ്ദത്തിൽ ആ പ്രാർത്ഥനാഗാനം നമുക്ക് കേൾക്കാം. എന്നാൽ അതിനു മുൻപായി ആ പ്രാർത്ഥനാഗാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ആയിരക്കണക്കിന് വർഷങ്ങളായി യഹൂദന്മാർ തങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ആലപിക്കുന്ന പ്രാർത്ഥനയാണ് ഷെമാ ഇസ്രായേൽ. അവർ അത് ആലപിക്കുന്നത് അതീവ ഭക്തിയോടുകൂടെയാണ്. ഒരു കരം കൊണ്ട് കണ്ണുകൾ മൂടിപ്പിടിച്ചുകൊണ്ടാണ് അവർ ആ പ്രാർത്ഥന ചൊല്ലുന്നത്. ആ പ്രാർത്ഥനയുടെ അർത്ഥം ഏകദേശം ഇപ്രകാരമാണ്: ഓരോ യഹൂദന്റെയും ആത്മാവിൽ നിന്നുയരുന്ന ഈ വിശുദ്ധമായ പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയെ നിന്റെ വീട്ടിൽ കട്ടിളകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതണം. ഇതാണ് ആ വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ മാത്രമല്ല, ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളും സംഖ്യാപുസ്തകത്തിലെ ചില വാക്യങ്ങളും ഒക്കെ ഉള്ളടങ്ങിയിരിക്കുന്ന പ്രാർത്ഥനയാണ് ഷെമാ ഇസ്രായേൽ. യഹൂദന്മാരുടെ ചരിത്രത്തിൽ അവർ കടന്നുപോയ വഴിത്താരകളിൽ അതികഠിനമായ പീഡനങ്ങൾ നേരിട്ടപ്പോഴൊക്കെ അവർ ഈ പ്രാർത്ഥന ചൊല്ലിയാണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്നും ഭക്തിയുള്ള യഹൂദന്മാർ അവരുടെ വീടുകളിൽ 2 നേരം ഭക്തിയോടെ ഈ പ്രാർത്ഥന ചൊല്ലുന്നു. റമ്പാൻ ബെഞ്ചമിൻ തോമസിന്റെ ശബ്ദത്തിൽ ആ പ്രാർത്ഥന കേൾക്കുക. അങ്ങനെ ആ പ്രാർത്ഥന ഉരുവിടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ. ആ പ്രൊട്ടക്ഷൻ, ആപത്തിൽ നിന്നുള്ള സംരക്ഷണം, അനർത്ഥങ്ങളിൽ നിന്നുള്ള വിടുതല്, ദൈവത്തിന്റെ ദിവ്യമായ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുന്ന നിമിഷങ്ങൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു ദിവ്യമായ ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എല്ലാവരും ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഏറ്റവും ശക്തിയായിട്ട് ചൊല്ലുന്ന ഒരു പ്രാർത്ഥന കൂടെ. അപ്പോൾ നമുക്ക് ആ പ്രാർത്ഥനയെല്ലാം ഷെമാ ഇസ്രായേൽ ആദോനാ എലോഹേനു ആദോനാ כבוד מלכותו לעולם ועד. שמע ישראל אדוני אלוהינו אדוני אחד. שמע ישראל אדוני אלוהינו אדוני אחד. שמע ישראל אדוני
Eloheinu Adonai Echad. Shema Israel Adonai 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 Eloheinu Adonai Echad. Shem Kevod Malchuto Leolam Vayed. Amen. അർത്ഥമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ക്ഷമ 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 സ്മ എന്നും പറയും, ക്ഷമ എന്ന് പറയും. സ്മ ഇസ്രായേൽ. സ്മ എന്നുള്ള ഹീബ്രു വാക്കിന്റെ അർത്ഥം ടു ഹിയർ എന്നുള്ളതാണ്. ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കാം. എന്താ കേൾക്കണ്ടേ? സ്മ ഇസ്രായേൽ അദോനായി എലോഹേനു. അദോനായി ഹഷേം. യഹൂദന്മാര് ദൈവത്തെ പേര് ചൊല്ലി വിളിക്കത്തില്ല. നമ്മളാണല്ലോ പേര് ചൊല്ലി വിളിക്കുന്നത്. പക്ഷേ പേര് ചൊല്ലി ഒരിക്കലും പോലെ വിളിക്കത്തില്ല. എന്നെ പഠിപ്പിച്ച യഹൂദ റബ്ബായി ഒരിക്കൽ പോലും പേര് പറയത്തില്ല. കാരണം നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. അതുകൊണ്ട് മാത്രമല്ല, ആ നാമം ഏറ്റവും ശക്തിയുള്ള നാമമാണ്. ആ ശക്തിയുള്ള നാമം എപ്പം ഉച്ചരിച്ചാലും വിളിച്ചാലും ഉടൻ തന്നെ ആ ഭക്തിയോട്, ഭയത്തോട്, ആദരവോട് മാത്രമേ ഉച്ചരിക്കാവൂ. അപ്പോൾ അന്നേരം അവർ ചൊല്ലുന്ന പ്രാർത്ഥന, അവരുടെ യഹോവയായ ദൈവത്തെ അവർ വിളിക്കുമ്പോൾ അവരെങ്ങനെ വിളിക്കത്തുള്ളൂ? യോദ് ഹേ വാവ് ഹേ. അങ്ങനെ ഹീബ്രുവിൽ എഴുതുന്ന യോദ് ഹേ വാവ് ഹേ. അത് പറയുമ്പോൾ ഒരു ഉപയോഗിക്കുന്ന വാക്കാണ് ഹഷേം അല്ലെങ്കിൽ അദോനായി. അദോനായി എന്നുള്ള വാക്ക്, അതാണ് ആദ്യം ഹഷേം അല്ലെ അദോനായി. അപ്പോൾ സ്മ ഇസ്രായേൽ അദോനായി എലോഹേനു. നിന്റെ ദൈവമായ യഹോവ ഏകനാവുന്നു. ഏഹാദ്, ഏഹാദ് എന്നുള്ള വാക്കിനർത്ഥം ഒന്ന്. സ്മ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്ക. എന്ത്? സ്മ ഇസ്രായേൽ അദോനായി, അദോനായി എലോഹേനു അദോനായി ഏഹാദ്. നിന്റെ ദൈവമായ യഹോവ ഏകനാവുന്നു, അവൻ ഏകൻ മാത്രമാകുന്നു. അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അവൻ ദൈവമല്ലാതെ ഒരൊറ്റ ദൈവം നമുക്കില്ല. ആ ദൈവമാണ് ജീവിക്കുന്ന ദൈവം. ആ ദൈവമാണ് വഴി നടത്തുന്ന ദൈവം. ആ ദൈവമാണ് പരിപാലിക്കുന്നത്. എന്ത് കഷ്ടം വന്നാലും, എന്ത് അനർത്ഥം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും എൻ്റെ ദൈവം എന്നെ വിടുവിക്കും, സംരക്ഷിക്കും, കരുതും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം. പരിമളത്തിന് വേണ്ടിയൊക്കെയാണല്ലോ ജീവിതത്തിൻ്റെ ആ നൊമ്പരം, വേദന അനുഭവിച്ച സമയത്ത് പോലും ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നോമ്പ് ലംഘിക്കുവാനോ മുറിക്കുവാനോ ഒന്നും ഇവിടെ വന്നില്ല. കാരണം ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്, ദൈവം കരുതുന്ന ദൈവമാണ്, ദൈവം സംരക്ഷിക്കുന്ന ദൈവമാണ്. അപ്പോൾ അതാണ് സ്മ ഇസ്രായേൽ എന്നുള്ള ആ പ്രാർത്ഥന. അപ്പോൾ ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് വരാൻ നിൽക്കുന്ന